ഇതുപോലെയുള്ള ഒരു വറവ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം എന്താണെന്നോ, എനിക്കിതുവരെ ഇതെവിടെയൊന്നും കിട്ടിയിട്ടില്ല. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണേ. ഇതുപോലൊന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അതിനായി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ചക്കായ, ഒരു ക്യാരറ്റ്, പകുതി ബീട്രൂട്ട്, കഷ്ണം ചേനയും. ഇതാണ് ഇതിൻ്റെ കാര്യമായ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം തന്നെ പൊടിയായി അരിഞ്ഞെടുക്കണേ. ഈ ഒരൊറ്റൊരു വറവ് മതി നിങ്ങൾക്ക് ചോറുണ്ണാൻ. കുട്ടികളും എല്ലാം നന്നായി കഴിച്ചോളും. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ബീട്രൂട്ടാണ് അരിഞ്ഞെടുത്തത്, അത് മാറ്റി വെച്ചു. പിന്നീട് ചെയ്തത് ക്യാരറ്റും പച്ചക്കായും അരിഞ്ഞെടുത്തു. എല്ലാം ഒന്നിച്ചിതിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാം ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ചോപ്പർ നിങ്ങൾ ആരും വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും വാങ്ങി നോക്കണേ. കാരണം എൻ്റെ കൈ എപ്പോഴും മുറിയലാണ് കത്തി കൊണ്ട് അരിയുമ്പോൾ. ഇപ്പോൾ ഈ സാധനം വാങ്ങിയ ശേഷം എൻ്റെ കൈ മുറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ നമ്മളെ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്ത് അതിലേക്ക് കഷ്ണം ചേനയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതായത് ഒരു 1/4 ടീസ്പൂൺ മതിയേ. എരിവിന് വേണ്ടിയല്ല, ഒരു ചെറിയ കളറൊന്ന് മാറ്റി കിട്ടാനാണ്. നല്ല കളറ് കിട്ടും. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കുറച്ച് തേങ്ങയും ചേർത്ത് എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച്, കടുക് പൊട്ടിയ ശേഷം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി വഴറ്റണേ. വഴറ്റിയ ശേഷം നമുക്ക് കൂട്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അടപ്പ് വെച്ച് മൂടി വെക്കണേ. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഇത് ഞാൻ കുറേ തവണ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഒന്നുകൂടി പറയുകയാണ്, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഒന്നും കൂടി മൂടി വെക്കണേ. ഇതിന് വേവ് അങ്ങനെ ഉണ്ടാവില്ല, ചെറുതായി അരിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇത് 3/4 വേവാകുമ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് അല്പം ഗരം മസാലപ്പൊടിയും, അതായത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കണേ. പിന്നെ തീ ഓഫ് ചെയ്ത് നിങ്ങൾക്ക് ചൂടോടെയോ എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല. എങ്ങനെയായാലും നല്ല ടേസ്റ്റായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.